ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് പൊടിയിട്ട് വറ്റിച്ച് വെച്ച ചൂര മീൻ കറിയാണ്. ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചൂര മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചൂര മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഈ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എരിവിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഒരു 10 ചുവന്നുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഈ തെയ്യ് കിടന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി അല്പം വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ പച്ചക്കുത്ത് പോകുന്നത് വരെ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. വേണമെങ്കിൽ ഒരിത്തിരി വെള്ളം കൂടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അത് വീഡിയോയിൽ വന്നില്ല. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. 3 കഷ്ണം കുടംപുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പുളിയെല്ലാം ഇതിലേക്ക് വറ്റി വരാനായിട്ടാണ്. എന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തിട്ട് ഈ മീനിൻ്റെ എല്ലാ വശത്തും ഈ മസാല പിടിക്കാനായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം. അതിനുശേഷം അല്പം കറിവേപ്പിലയുടെ മുകളിലോട്ട് തൂകി കൊടുത്തതിന് ശേഷം ഒരു മൂടിപ്പാത്രം വെച്ച് മൂടിയിട്ട് ഇത് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മീനിലെ വെള്ളമെല്ലാം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഈ മീൻ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മീൻ നല്ല കുറുകിയ ചാറോട് കൂടി വറ്റി വന്നിട്ടുണ്ട്. ഇതൊരു ദിവസം ഇരുന്നാലാണ് ഈ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക്